അപ്പോൾ വെൽക്കം ബാക്ക് ടു വെർട്ടിക്കൽ റൂട്ട്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടവരറിയാം, നമ്മൾ തായ്ലൻഡിലാണ്. തായ്ലൻഡ് പട്ടായയും അതുപോലെ ബാങ്കോക്കും കഴിഞ്ഞ് ഇന്നലെ രാത്രി നമ്മൾ ടെമ്പിൾ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഫുക്കറ്റിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. രാത്രി കുറച്ച് വൈകിട്ടാണ് ഫുക്കറ്റിലെത്തിയത്, കാരണം ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയി. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലെത്തിയപ്പോഴേക്ക് ഏകദേശം 1 മണി 1:30 കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് ഇന്നത്തെ ഒരു ഫുൾ ടൈം മൊത്തം ഫുക്കറ്റിലെ ഏറ്റവും മനോഹരമായ ഐലൻഡ് ആയ ഫിഫി ഐലൻഡിലേക്കാണ്. ഫിഫി ഐലൻഡിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ക്രൂയിസർ. ഈ ക്രൂയിസറിലാണ് നമ്മൾ പോകുന്നത്. ഇതിൽ ലഞ്ച് അതുപോലെ ടീ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എ സി ക്രൂയിസറാണ്. ഇവിടെ നമുക്ക് ചുറ്റും കുറെ ഷിപ്പുകൾ, ചെറിയ ക്രൂയിസറുകൾ കാണാം. അപ്പൊ ഫിഫി ഐലൻഡിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരെ കാണണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക്. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ താമസിച്ച ഹോട്ടൽ കേട്ടോ. ഫുക്കറ്റിലെ പട്ടോങ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. പട്ടോങ്ങിലാണ് ഇവിടെ ഞങ്ങൾ താമസിച്ച്. അപ്പോൾ ഇനി ഇവിടുന്ന് യാത്ര പുറപ്പെടാണ് നമ്മളെ ഫിഫി ഐലൻഡിലേക്ക്. ഇവിടുന്ന് ഏകദേശം 1.25 മണിക്കൂർ യാത്രയുണ്ട് ബോട്ട് ചട്ടിയിലേക്ക്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര പുറപ്പെടുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിട്ടോ. നല്ല വീഡിയോകളൊക്കെ ഉണ്ട്, അത്യാവശ്യം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും. ഇതവിടെ ബോട്ട് ചട്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ ആൾക്കാരോട് വെയിറ്റ് ചെയ്തിരുന്നു. അവർ നമുക്ക് വേണ്ടുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഇതാണ് നമ്മുടെ ക്രൂയിസർ, ഏഷ്യൻ ക്രൂയിസ് എന്ന് പറഞ്ഞ ഈ ഒരു ക്രൂയിസറിലാണ് പോകുന്നത്. ഇവിടെ കയറുന്ന വഴിക്ക് തന്നെ ഇവിടെ കുറച്ച് സ്നാക്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പുറത്ത് ചായ മറ്റു കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഇനി ഇതിൻ്റെ താഴെയുണ്ട്, ഇതിൻ്റെ അപ്പർ ഡെക്കും ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ട് എന്നുള്ള കാഴ്ച. അപ്പോൾ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ഏകദേശം 2 മണിക്കൂറോളം കടലിലൂടെയുള്ള ഒരു യാത്ര ഉണ്ട് എന്നാണ് ഇവിടെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ നല്ല അടിപൊളി യാത്ര. ഇവിടുന്ന് കടലിൻ്റെ കളറൊക്കെ നോക്കിക്കോളി. ഈ കളറല്ല, കുറച്ച് ഞാൻ കടലിലുള്ളത് കേട്ടോ. കുറച്ച് ഉള്ളോട്ട് പോകുന്നതുകൊണ്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്പർ ഡെക്ക്. അപ്പർ ഡെക്കിൽ കയറിയപ്പോൾ ഇവിടെ ഫുള്ള് വിദേശികളാണ്. തുണി വരിയായിട്ടുള്ളതും ഇല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് നല്ല വെയിൽ കൊള്ളലാണ്. നമുക്കത് വല്ലാതെ ഇവിടെ ഈ വെയിൽ വല്ലാതെ താങ്ങൂല. ഒരു നല്ല വെയിൽ കൊണ്ടിട്ട് സൺബാത്തിങ് നടത്തുകയാണ് ഇവിടെ മുകളിൽ. അതിൻ്റെ ഇടയിൽ ബിയർ അടിക്കുന്നുണ്ട്. ആഘോഷമാണ് അവർക്ക്. അപ്പോൾ എന്തായാലും ഇതാ അവിടെ ജിറ്റ്സ് ഒരു ടീമിനായിട്ട്, ജർമ്മൻ ടീമാണത്. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിച്ച് പരിചയപ്പെടുന്നുണ്ട്. സജീവട്ടം കൂടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിൻ്റെ കളറ് മാറിയുണ്ടോ, നല്ല ബ്ലൂ സീ ആയി. നേരത്തെ ഒരു പച്ച കളറ് പോലെയുള്ള കളറായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നേരെ നീല കളറായി മാറി. അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ട്, ഒരു പാറകളൊക്കെ പോലെയുള്ള തുരുത്തുകൾ. നല്ല രസമാണ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ. ഉണ്ടോ, ഇതൊക്കെ ലൈം സ്റ്റോണിൻ്റെ പാറകളാണ്, ചുണ്ണാമ്പ് കല്ലിൻ്റെ പാറകളാണ്. ഈ ക്രൂയിസറിൻ്റെ അടിയിലെ ഡെക്കാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ കിടന്നുറങ്ങുന്നു. അവർക്കത് കാഴ്ചയൊന്നും കാണാൻ തോന്നുന്നു. ഇവിടെ വെള്ളത്തിൻ്റെ ലെവലിലാണിത്. അപ്പോൾ ഈ ഇരിക്കുന്നതൊക്കെ വെള്ളത്തിൻ്റെ അടിഭാഗത്താണ്. അപ്പോൾ ഏതാണ്ട് മുകളിലേക്ക് തന്നെ വന്നു. ദൂരത ദ്വീപുകളൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ ഈ ഫിഫി ഐലൻഡ് ഒരു പ്രത്യേകത ഉണ്ട്, അത് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫുക്കറ്റിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഉണ്ടല്ലോ, അത് അനൗൺസ്മെൻ്റൊക്കെ കേട്ടു തുടങ്ങി. ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ. 100 മീറ്ററോളം ഉയരം വരുന്ന ചുണ്ണാമ്പ് പാറകളുടെ മല, താഴെ ബീച്ച്. ഇവിടെ അപ്പർ ഡെക്കിൽ ഈ വിദേശികൾ, സായിപ്പന്മാരും മദാമ്മമാരും എൻജോയ് ചെയ്യാം കേട്ടോ. അവർ ഈ കാഴ്ചകൾ അതുപോലെ സൺബാത്ത് ഒക്കെ എൻജോയ് ചെയ്യണം. മുമ്പ് ഈ ഫിഫി ഐലൻഡ് ഇത്ര ഫേമസ് ഒന്നും ആയിരുന്നില്ല. 2000-ൽ ഇറങ്ങിയാൽ നമ്മളെ ടൈറ്റാനിക് നായകൻ ഉണ്ടല്ലോ, ലിയോണാർഡോ ഡി കാപ്രിയോ, അയാളുടെ ദ ബീച്ച് എന്ന സിനിമ ഉണ്ട്. ആ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇത് ഫേമസ് ആയത്. ആ സിനിമയിൽ നായകൻ അമേരിക്കയിൽ നിന്ന് ബാങ്കോങ്ങിൽ വരുന്നതും ഇവിടുന്ന് ഒരു അത്ഭുത ദ്വീപിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങോട്ട് സാഹസികമായി എത്തുന്നതും പിന്നെ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും ഒക്കെയാണ് അതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്. അതൊക്കെ പിന്നെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കണേ. ശരിക്കും ഫിഫി ഐലൻഡ് എന്ന് പറഞ്ഞാൽ 6 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. അതിലേറ്റവും പ്രധാനം ഫിഫി ഡോൺ എന്ന് പറഞ്ഞ ഐലൻഡാണ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ആൾതാമസം ഉള്ളത്. പിന്നെ ഫിഫി ഇല്ലേ എന്ന് പറഞ്ഞ് അതാണ് ഈ കൂട്ടം എന്ന് പറഞ്ഞത്. മായാബേ ബീച്ചൊക്കെ ഉള്ളത്, ഈ ബീച്ച് എന്ന സിനിമ ഷൂട്ട് ചെയ്തൊക്കെ ഉള്ളത് ഇവിടെയാണ്. പിന്നെ മൊസ്കിറ്റോ ഐലൻഡ്, ബാംബു ഐലൻഡ്, ബിഡ നാക്ക്, ബിഡ നോയ് എന്നൊക്കെ പറഞ്ഞിട്ട് 5-6 ഐലൻഡുകളുണ്ട്. ഇപ്പം ഇതാണ് എനിക്ക് തോന്നുന്നു മായാബേ എന്ന് പറഞ്ഞ ഐലൻഡ് കേട്ടോ. അത് അറിയുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ. എന്തായാലും എന്തറിയോ, അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഈ ഉൾക്കടലിൽ, കടലിൻ്റെ നടുവിൽ ഇങ്ങനെ ചുണ്ണാമ്പ് പാറകൾ, ഒരു ദ്വീപ്, അതിൻ്റെ മനോഹരമായ ബീച്ച്.
അത് നല്ല അടിപൊളി. ഇപ്പം എങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. ശരിക്കും കുറേ ആൾക്കാർ ഈ ചെറിയ ബോട്ടിലൊക്കെ ഉണ്ട്. വലിയ ബോട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ചെറിയ ബോട്ടിൽ പോയിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഉണ്ടോ, ആളുകളൊക്കെ അവിടെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഈ ഫിഫി ഡോൺ എന്ന് പറയുന്ന ആൾത്താമസമുള്ള റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും മറ്റൊക്കെ ഉള്ള ആ ഐലൻഡിലേക്കാണ്. അപ്പോൾ അതാ ദൂരെ കാണുന്നതാണ് നമ്മുടെ ഫിഫി ഐലൻഡ്, നമ്മൾ പോകുന്ന ഐലൻഡ്. അപ്പോൾ നമ്മൾ ഫിഫി ഐലൻഡ് വന്ന് ഇവിടുന്ന് സ്നോർക്കലിംഗ് പോകട്ടോ. സ്നോർക്കലിംഗ് നമ്മുടെ പാക്കേജിലുള്ളതാണ്, ഫ്രീ ആണ്. അപ്പോൾ അതിനുവേണ്ടി വേറെ ക്രൂസറിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് സ്നോർക്കലിംഗിലേക്ക് പോകണം. സ്നോർക്കലിംഗ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ഇതിന് വലിയൊരു പ്രാക്ടീസ് ഒന്നുമില്ല. അപ്പോൾ അതെന്താവും അറിയില്ല. എന്താ ഇവിടെ ഇയാളത് കാര്യമായിട്ട് ബ്രീഫ് ചെയ്ത് തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. സ്നോർക്കലിംഗ് ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ ഒരു പിന്നെ വായിൽ കടിച്ച് പിടിച്ചിട്ട് ഒരു ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അടിയിലെ മീനുകളും പവിഴപ്പുറ്റൊക്കെ കാണാനുള്ള ഒരു സംഭവം. മുകളിൽ പൊന്തിങ്ങനെ കിടന്നിട്ട് അടിയിലേക്ക് നോക്കുക. പക്ഷേ അപ്പോൾ നമ്മുടെ ഈ ശ്വാസം എടുക്കുന്നതൊക്കെ വായിലൂടെയാണ്. അപ്പോൾ അത് തല കുറച്ച് ചെരിച്ച് പിടിക്കണം എന്നാണ്. സത്യത്തിൽ ഇത് എങ്ങനെ ഉണ്ടെന്നുള്ള ഇപ്പോൾ ചാടി നോക്കിയാലേ അറിയുള്ളൂ, ഇറങ്ങി നോക്കിയാൽ. ചെയ്ത് കഴിയുമ്പോൾ പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. കുറച്ച് ഇടയ്ക്ക് വെള്ളമൊക്കെ കയറുന്നുണ്ട് മൂക്കിലൊക്കെ. നമ്മുടെ സജീവൻ സാറ് സ്മോക്കറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. സാഹസികമായിട്ട് ചെയ്യുകയാണ്. ചാടി കഴിഞ്ഞ് ബൈ ബൈ ബൈ. സ്നോർക്കലിംഗ് വേണ്ടത്ര വിജയിച്ചില്ല. അപ്പോൾ ഞാൻ തൽക്കാലം നമ്മളെ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടല്ലോ, മലന്ന് കിടന്ന് കാഴ്ച കാണാം. അബ്ബാസിന് സ്നോർക്കലിംഗ് കുറച്ച് എക്സ്പീരിയൻസ് ആണ്. അബ്ബാസ് പോകുന്നുണ്ട്, ലക്ഷദ്വീപിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അബ്ബാസിൻ്റെ അഭിപ്രായത്തിൽ മീൻ കുറവാണെന്നാണ്. ലക്ഷദ്വീപ് പോയവരും ഇവിടെ പോയെന്നവരും എൻ്റെ അഭിപ്രായമായിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഫിഫി ഐലൻഡിൽ ഇറങ്ങി. ഇപ്പം ഇനി ഉച്ചക്കത്തെ ലഞ്ച് ഇവിടെ നിന്ന് നേരം നട്ടുച്ചയായി. നല്ല വെയിലാട്ടോ, തണുത്ത ചൂടാണ്. അപ്പോൾ ആദ്യം ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. എല്ലാവരും നല്ല വിശന്നിക്കാണ്. അപ്പോൾ അവിടെ ഭക്ഷണത്തിൻ്റെ പറഞ്ഞത് മാക്ഡൊണാൾഡിൻ്റെ അടുത്തുള്ള ഒരു കടേൻ്റെ പേരാണ് പറഞ്ഞത്. അവിടേക്ക് എല്ലാമാണ് പറഞ്ഞത്. മാക്ഡൊണാൾഡ് അവിടെ കാണുന്നുണ്ട്. എൻ്റെ അടുത്തുള്ളൊരു കടയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൊഫയാണ്, എല്ലായിടത്തും ബൊഫയാണ്. ബ്രോസ്റ്റ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ എന്തൊക്കെ കുറേ സാധനങ്ങളുണ്ട്. കുറച്ചൊക്കെ കൂടി എടുത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ ഫുഡാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ നേരെ അപ്പുറത്ത് അടുത്ത ബീച്ചുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. അവിടെയാണ് ശരിക്ക് ആളുകളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ വെയിൽ താങ്ങൂല, ഒടുക്കത്തെ വെയിലാണ്. നിങ്ങൾ വരുമ്പോൾ ഈ സമയത്ത് വരാതെ കടലിങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ചാടി കുളിക്കുക, കടൽ എൻജോയ് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ വെയിൽ ഭയങ്കര വെയിൽ. അപ്പോൾ ഞങ്ങൾ ഈ ഫെബ്രുവരി വന്നിട്ട് പോലും ഇതാണ് അവസ്ഥ. അപ്പോൾ വരുന്നവർ ശരിക്കും ഒരു നവംബർ ഡിസംബറിലൊക്കെ വരിക. ജൂൺ ജൂലൈ ഒക്കെ ആയിക്കഴിഞ്ഞാൽ മഴയാണ്, അപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അധികം ഇവിടെ നിന്നില്ല. അപ്പോൾ അവിടെ ഞങ്ങളൊരു അടിയുടെ പക്കത്തെത്തി. ഒന്നും തള്ളൊക്കെ ആയി. കാരണം വെയിലായതുകൊണ്ട് ഞങ്ങളൊന്ന് കടൻ്റെ മുന്നിൽ കയറി നിന്ന് അവർ കടൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങോട്ടോട്ടും വാക്കേറ്റായി. അപ്പോൾ അധികം നിന്നില്ല, അവിടുന്ന് പോന്നു. ഇതാ കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടെ കലഞ്ഞിരിഞ്ഞ് ഏകദേശം 2 മണിക്കൂർ ആ സമയമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതാ ഞങ്ങൾ തിരിച്ച് പോവാണ്. ഒന്നാമത് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അത്ര വെയിൽ. നമ്മൾ വെള്ളത്തിൽ ചാടുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അവിടെതാ എല്ലാവരും പോന്നു. എന്നുവെച്ചാൽ വെയിൽ കൊണ്ട് എല്ലാവരും ടയർഡായി. ശരിക്കും ഇവിടെ ഒരു രാവിലെ അല്ലെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുക, നമ്മുടെ സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എന്താ ബോട്ടിലേക്ക് മടങ്ങുകയാണ്. എന്തായാലും ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു യാത്ര തന്നെയാണ്. ഇങ്ങോട്ടുള്ളൊരു യാത്ര, കടലിലൂടെ ആ ഐലൻഡൊക്കെ കണ്ടിട്ടുള്ളൊരു യാത്ര. പിന്നെ സ്നോർക്കലിങ് നല്ല അനുഭവമായിരുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും മടങ്ങുകയാണ്. ഇനി തിരിച്ച് നമ്മുടെ ബോട്ട് ജെട്ടി അവിടുന്ന് നേരെ റൂമിലേക്ക്. അപ്പോൾ അതവിടെ എത്താനായി, തിരിച്ച് നമ്മൾ ബോട്ട് ജെട്ടിയിൽ എത്താനായി. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫിഫി ഐലൻഡിൻ്റെ കാഴ്ചകൾ? അപ്പോൾ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ച് ക്രൂസറിൽ വന്ന് റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ നമ്മൾ പൊതുവേ ഇന്ത്യക്കാരോടുള്ള ഒരു ബിഹേവിയറിനെ കുറിച്ച് പറയാതെ വയ്യ. വളരെ മോശം ബിഹേവിയർ ആയിരുന്നു. പുക്കറ്റിലൊക്കെ ഇന്ന് അവിടെ ഫിഫി ഐലൻഡിലൊക്കെ പോയിട്ട് അവിടുന്ന് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ നല്ല നട്ടുച്ച വരും വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് തണലത്ത് കയറി നിൽക്കുമ്പോഴേക്ക് തന്നെ ഇവർ പിന്നെ അവരുടെ കടേൻ്റെ മുന്നിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ ബഹളം ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, ഏതാണ്ട് അടിയുടെ പക്കത്ത് വരെ എത്തി. അപ്പോൾ പൊതുവേ അവർ അപ്പോഴൊക്കെ അവർ കൂടുതൽ ഉപയോഗിക്കുന്ന ഇന്ത്യൻസ് എന്നുള്ള ഒരു ഇതാണ്. ഇന്ത്യൻസ് വളരെ മോശം എന്നുള്ള രീതിയിൽ ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ തായ്ലൻഡ് പൊതുവേ എല്ലായിടത്തും കണ്ടൊരു സംഭവമാണ്. ഇന്ത്യൻസിനോടൊരു പ്രത്യേകം ഒരു ബിഹേവിയറാണ്, വളരെ മോശം ബിഹേവിയറാണ്. പ്രത്യേകിച്ച് ഇവിടെ ഫുക്കറ്റിൽ നല്ല ഫിഫി ഐലൻഡിലാണ് ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. അപ്പോൾ അതുകൂടി പറഞ്ഞിട്ട് അടുത്ത് വരുന്നവരിഞ്ഞ് ശ്രദ്ധിക്കുക, കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകുക. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ
പിന്നെ ക്രാബിയിലേക്ക് പോകുന്നതാണ്. ക്രാബിയിലെ 4 ലൈൻ ടൂറുകളുണ്ടാവും. അതിൻ്റെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.